ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആരെയൊക്കെ ബന്ധപ്പെടണമെന്ന് അന്വേഷണ സംഘത്തിൽ തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ടിന്മേൽ എടുത്ത കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കവെയാണ് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. റിപ്പോർട്ടിന്മേൽ എടുത്ത 32 കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നുവരികയാണ്. 4 കേസുകൾ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തെളിവുകളില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു. 4 കേസുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് അന്വേഷണ സംഘം DGPയുടെ അനുമതി തേടിയിട്ടുണ്ട്. ഭീഷണി നേരിടുന്ന അതിജീവിതകളുടെ സംരക്ഷണത്തിന് നോഡൽ ഓഫീസറായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ AIG G പൂങ്കുഴലിയെ നിയമിച്ച കാര്യവും സർക്കാർ അറിയിച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് WCC അറിയിച്ചു. എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് കോടതിയും വ്യക്തമാക്കി. അതേസമയം ഹർജികൾ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ സഹജമായ ശേഷി കോടതിക്ക് തന്നെ ഉണ്ടെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇക്കാര്യം ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ശ്രീകാന്ത്, 24 കൊച്ചി. താങ്ക് യു ശ്രീകാന്ത്.